ആ, ആ, ബില്ലിൽ വീണ്ടും സർക്കാരിന് തിരിച്ചടി. ക്ഷീരസംഘം സഹകരണ ബില്ല് രാഷ്ട്രപതി തള്ളി. നേരത്തെ സർവകലാശാല ബില്ലുകളും രാഷ്ട്രപതി തടഞ്ഞിരുന്നു. വിവരങ്ങളുമായി ഷഫീദ് റാത്തർ. ഷഫീദ്, ചുരുക്കത്തിൽ അഴിമതി വിരുദ്ധ സംവിധാനമായ ലോകായുക്തയുടെ പല്ലും നഖവും പിഴിഞ്ഞെടുത്ത് ദുർബലമാക്കുന്നതിനുള്ള ബില്ലിന് മാത്രമാണ് രാഷ്ട്രപതിയുടെ അനുമതി. ബാക്കി എല്ലാ ബില്ലുകളും ക്കും വിധി മറിച്ചെന്നാണ് ഷഫീദ്. കശ്മീർ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ തരത്തിൽ തിരിച്ചടിയാകുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്ന് വിവരമായി പുറത്തു വരുന്നത്. അതായത് മിൽമ ഭരണം പിടിക്കാനുള്ള മിൽമ ബില്ല് രാഷ്ട്രപതി തടഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നേരത്തെ 7 ബില്ലുകളായിരുന്നു ഗവർണർ രാഷ്ട്രപതിയുടെ തീരുമാനത്തിനായി വിട്ടത്. അതിൽ ലോകായുക്ത ഭേദഗതി ബില്ലിന് അനുമതി നൽകി. മറ്റു 3 ബില്ലുകൾ, പ്രത്യേകിച്ച് സർവകലാശാലകളിൽ അധികാരത്തിൽ നിന്ന് ചാൻസലർ ഒഴിവാക്കുന്ന ബില്ലടക്കമുള്ള 3 സർവകലാശാല ബില്ലുകളിൽ സംസ്ഥാന സർക്കാരിന് നേരത്തെ തിരിച്ചടി ഉണ്ടായി. ഇപ്പോൾ 4ാമത്തെ ബില്ലിൽ കൂടി അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണ്. ക്ഷീരസംഘം സഹകരണ ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ പ്രാദേശിക ക്ഷീരസംഘങ്ങളിൽ അഡ്മിനിസ്ട്രേറ്റർക്കോ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പ്രതിനിധിക്കോ സമിതി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശം നൽകുന്നതാണ് ബില്ല്. ഈ ബില്ല് ഏറെ വിവാദങ്ങൾക്ക് മുൻപ് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഇടത് പാർട്ടികൾക്ക് സ്വാധീനമില്ലാത്ത മിൽമ സഹകരണ സംഘങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു ബില്ല് നിയമസഭയിൽ എത്തിച്ച് പാസ്സാക്കി എന്നുള്ള കുറ്റപ്പെടുത്തലടക്കം കാര്യമായി ഉയർന്നിരുന്നു. മാത്രമല്ല, മന്ത്രി ചിഞ്ചുറാണി അടക്കമുള്ള ആളുകൾ നേരിട്ട് രാജ്ഭവനിലെത്തി ഈ ബില്ലിന്റെ കാര്യത്തിൽ ഗവർണറോട് ചില സന്ധിക്ക് ശ്രമം നടത്തുകയും ചെയ്തതാണ്. പക്ഷേ അതടക്കമുള്ള ബില്ലിൽ നിലവിൽ ഇപ്പോൾ തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഗവർണർ എത്തുകയും അത് അങ്ങനെ രാഷ്ട്രപതിക്ക് മുൻപിലേക്ക് അയക്കുകയും ചെയ്തതാണ്. ഏതായാലും വലിയ പ്രാധാന്യമുള്ള ഒരു ബില്ലായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. ക്ഷീരസംഘങ്ങളിൽ ഇനി അഡ്മിനിസ്ട്രേറ്റർക്ക് വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടാകില്ല. രാഷ്ട്രപതി ഈ ബില്ല് തടഞ്ഞതോടുകൂടി എന്നുള്ള കാര്യം ഏറ്റവും സുപ്രധാനം. നേരത്തെ 58 അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങൾ വോട്ട് ചെയ്തിരുന്നു. തിരുവനന്തപുരം അടക്കമുള്ള പല സ്ഥലങ്ങളിലും വളരെ നിർണായകമായി മാറിയത് ആ വോട്ടുകളാണ് എന്നുള്ള കുറ്റപ്പെടുത്തലടക്കം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ബില്ല് കൂടി രാഷ്ട്രപതി ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ തുടർ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമായി മാറുകയും ചെയ്യും. സർക്കാരിനെ സംബന്ധിച്ച് ഒരൊറ്റ ബില്ലിൽ മാത്രം, ലോകായുക്ത ഭേദഗതി നിയമ ബില്ലിൽ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ആശ്വസിക്കാനുള്ള കാര്യമുള്ളത്. മറ്റ് ബില്ലുകളിലെല്ലാം രാഷ്ട്രപതി ഒരുപക്ഷെ ഗവർണറുടെ നിലപാടിന് അനുകൂലമായ തരത്തിലേക്കുള്ള നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. ഹാഷ്മി, എന്തായാലും ആ ലോകായുക്ത ബില്ലിൽ സർക്കാരിന് ആശ്വസിക്കാമെങ്കിലും ജനത്തിന് എത്രത്തോളം ആശ്വസിക്കാൻ കഴിയുന്ന ബില്ലാണോ എന്ന് അറിയില്ല. അത് അഴിമതി വിരുദ്ധ സംവിധാനം ലോകായുക്ത, അതിൻ്റെ പല്ലും നഖവും പിഴിഞ്ഞെടുക്കാനുള്ള നീക്കത്തിന് എന്തായാലും അനുവാദം കിട്ടുകയും ബാക്കി ഒരു ബില്ലിലും അനുവാദമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം അവിടെയുണ്ട്. എന്തായാലും ഈ ക്ഷീരസംഘം സഹകരണ ബില്ലെന്ന് പറയുന്നത് അംഗമാകാൻ 500 ലിറ്റർ പാൽ അളക്കണം എന്ന വ്യവസ്ഥ ഒഴിവാക്കിയൊരു ബില്ലായിരുന്നു. സാധാരണക്കാരായ കർഷകരെ അത് ബാധിക്കുന്നുവെന്നായിരുന്നു സർക്കാർ വാദം. അംഗമാകാൻ 500 ലിറ്റർ പാൽ അളക്കണമെന്ന വ്യവസ്ഥ സാധാരണക്കാരായ കർഷകരെ ബാധിക്കുന്നു എന്ന് പറയുകയായിരുന്നു സർക്കാർ. അതായത് പുറമേ നിന്ന് പാൽ വാങ്ങി സംഘത്തിൽ നൽകുന്ന അംഗങ്ങളെ ഒഴിവാക്കാനാണെന്ന് സർക്കാരിൻ്റെ വാദം. മുഴുവൻ ക്ഷീര കർഷകരെയും സംഘത്തിൽ അംഗങ്ങളാക്കാൻ എന്നാണ് സർക്കാർ പറഞ്ഞത്. CPM സംഘങ്ങൾ പിടിച്ചെടുക്കാൻ നടത്തുന്ന നീക്കം എന്നാരോപിച്ചാണ് ഗവർണർ ഓർഡിനൻസ് തള്ളിയതും ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചതും. ഓർഡിനൻസ് ഗവർണർ മടക്കിയപ്പോൾ ബില്ലായി അവതരിപ്പിച്ചത് മന്ത്രി VN വാസവനാണ്. അംഗമാകാൻ മിൽമയിൽ പാൽ നൽകണമെന്ന വ്യവസ്ഥ ഒഴിവാക്കുന്നതായിരുന്നു ആ ബില്ലിൻ്റെ ചുരുക്കം. എന്തായാലും അതിനും രാഷ്ട്രപതിയുടെ അനുവാദമില്ല.